Here we discuss about the concept of a power series, and associated with that there is the concept of a Taylor series expansion of a given function, and it's a special case which is called the Maclaurin series. Okay, മൂന്ന് concepts ആണ് നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് സോ ഫാർ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റ് സീരീസുകളെല്ലാം നമ്പർ സീരീസുകളായിരുന്നു. ദാറ്റ് ഇസ് സീരീസ് ഓഫ് ദ ഫോം 1 plus 1 by 2 plus 1 by 3 plus etc. These are all numbers, right? Instead of that, variables വരുമ്പോഴാണ് നമുക്ക് ഫംഗ്ഷൻ സീരീസ് കിട്ടുന്നത്. ഫംഗ്ഷൻ സീരീസ് ക്യാൻ ബി ലൈക്ക് sin x plus sin 2x plus sin 3x plus അങ്ങനെയുള്ള വാരിയബിൾ സീരീസുകളാണ് വാരിയബിൾ സീരീസ് വാരിയബിൾ സീരീസുകൾ വരാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വാരിയബിൾ സീരീസിന്റെ എക്സാമ്പിൾ ആണ് ഈ പവർ സീരീസ് എന്ന് പറയുന്നത്. a0 plus a1 into x plus etc. വരുന്നത് പോളിനോമിയൽ ടൈപ്പ് സീരീസ് വരുന്നത് a n x power n finitely many terms ഉള്ളെങ്കിൽ this becomes a polynomial, whereas if there is a series, then it is called a power series. Start with the slides. A power series in x about x naught is an infinite series of the form a0 plus a1 into x minus x naught plus a2 into x minus x naught whole square plus etc. That is sigma an x minus x naught whole power n equal to 0 to infinity കൊടുത്താൽ കിട്ടുന്ന ഈ സീരീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജനറൽ പവർ സീരീസ് എബൌട്ട് എക്സ് നോട്ട് എന്ന് വിളിക്കുന്നത്. ജനറൽ പവർ സീരീസ് ഇൻ എക്സ് എബൌട്ട് എക്സ് നോട്ട് എന്ന് വിളിക്കും. Okay. And this x and x naught are real numbers. Okay. And when x naught is equal to 0, all this will become a0 plus a1 into x plus a2 into x square plus a3 into x cube etc. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെ ഒരു സ്റ്റാൻഡേർഡ് പവർ സീരീസ് എന്ന് വിളിക്കും. സ്റ്റാൻഡേർഡ് പവർ സീരീസ്. So this is a standard power series. Okay. Standard power series and general power series ആയിട്ടുള്ള വ്യത്യാസം, general power series can be with respect to any point. അതായത് ഈ ടേംസ് എല്ലാം എക്സ് മൈനസ് ഇപ്പോൾ എക്സ് നോട്ട് 2 ആണെങ്കിൽ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എക്സ് മൈനസ് ടു ഹോൾ ക്യൂബ് എല്ലാ ടേംസിലും എക്സ് മൈനസ് ടു വെച്ചിട്ടുണ്ടാവും. വേറസ് സ്റ്റാൻഡേർഡ് പവർ സീരീസ് ആണെങ്കിൽ എല്ലാ ടേംസിലും എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് എക്സെട്ര ഉണ്ടാവുക. ആ എക്സ് നോട്ടിൻ്റെ സ്ഥാനത്ത് 0 ആണ് വരുന്നത്. ആൻഡ് നമ്മൾ സാധാരണ നമ്മളിത് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് വി വിൽ ബി സീയിങ് ഓൺലി അബൌട്ട് വി വിൽ ബി സ്റ്റഡിങ് അബൌട്ട് സ്റ്റാൻഡേർഡ് പവർ സീരീസ്. ബിക്കോസ് ഈ ജനറൽ പവർ സീരീസ് ആണ് കുറച്ചുകൂടെ ജനറൽ ആയിട്ടുള്ള എങ്കിലും we can make it into a standard power series by doing a very simple substitution, x minus x naught equal to y. ഇതിന് y എന്ന് കൊടുത്താൽ this becomes y square, right? So x minus x naught equal to y എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ജനറൽ പവർ സീരീസിനെ നമുക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് പുതിയൊരു വാരിയബിൾ y എന്ന് പറയുന്ന വാരിയബിളുള്ളൊരു സ്റ്റാൻഡേർഡ് പവർ സീരീസ് ആയിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, സോ a0 പ്ലസ് a1 ഇൻറ്റു y പ്ലസ് a2 ഇൻറ്റു y സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an ഇൻറ്റു y പവർ n പ്ലസ് എക്സെട്ര എന്നുള്ള രീതിയിൽ മാറും. So that becomes a standard power series but in a new variable y. അപ്പോൾ നമ്മൾ ഈ വൈയിൽ ഈ സ്റ്റാൻഡേർഡ് പവർ സീരീസിനെ പറ്റി പഠിച്ചിട്ട് അത് വൈയിൽ ഒബ്സർവ് ചെയ്താൽ മതി. അതായത് എക്സ് മൈനസ് എക്സ് നോട്ടിന് പകരം നമ്മൾ വൈ എന്നാണല്ലോ കൊടുത്തത്. അപ്പോൾ ആ എക്സിന് പകരം വൈ ആണ് വരുന്നത് മാത്രം. ദാറ്റ്സ് ദി ഓൺലി ഡിഫറൻസ്. ഓക്കെ, ആൻഡ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പവർ സീരീസ് എക്സാമ്പിളാണ് ജിയോമെട്രിക് സീരീസ് എന്ന് പറയുന്നത്. അതായത് 1 by 1 minus എക്സിൻ്റെ എക്സ്പാൻഷൻ 1 plus x square plus x cube plus etc. എന്ന് പറയുന്ന ആ സീരീസ് എക്സ്പാൻഷൻ ദാറ്റ്സ് കോൾഡ് ജിയോമെട്രിക് സീരീസ്. ആൻഡ് നമ്മളത് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ nth പാർഷ്യൽ സം നമ്മൾ എടുത്തു, എന്നിട്ട് അതിൽ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് കൺവേർജ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. സോ ദ ജിയോമെട്രിക് സീരീസ് കൺവേർജസ് ഇഫ് ആൻഡ് ഓൺലി മോഡ് എക്സ് ലെസ് ദാൻ 1 എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീരീസ് ഇസ് എ പവർ സീരീസ്. ആൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ a1 is equal to 1, a2 equal to 2, a3 equal to 3 etc. all ans are 1. an equal to 1 for all n. Now about the convergence of a power series. അപ്പോൾ ഒരു പവർ സീരീസ് ഇറ്റ് ഡിപ്പെൻസ് ഓൺ എക്സ് ആസ് വെൽ ആസ് എന്നും എക്സിനും അനുസരിച്ച് അതിൻ്റെ കൺവേർജൻസ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ans എല്ലാം 0 ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് കൺവേർജ് ചെയ്യും അല്ലേ. അതേപോലെ എക്സിൻ്റെ വാല്യൂസ് മാറുന്നതനുസരിച്ച് ദ കൺവേർജൻസ് വിൽ ബി ഡിഫറിങ്. സോ ദ കൺവേർജൻസ് ഡിപ്പെൻസ് ഓൺ ദ വാല്യൂസ് ഓഫ് എക്സ് ആസ് വെൽ ആസ് എ. ഓക്കെ, നമ്മളൊരു പവർ സീരീസിന്റെ കൺവേർജൻസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വി ഇൻട്രൊഡ്യൂസ് എ കൺസെപ്റ്റ് ഓഫ് റേഡിയസ് ഓഫ് കൺവേർജൻസ് വിച്ച് ആക്ച്വലി കംസ് ഫ്രം ദ തിയറി ഓഫ് ഇൻഫിനിറ്റ് സീരീസ്. പവർ സീരീസും ഒരു ഇൻഫിനിറ്റ് സീരീസ് ആണ്, അതിൽ വാരിയബിൾ വരുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം. ഓക്കെ, ആൻഡ് ഈ പവർ സീരീസിൽ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് ആകുമ്പോൾ ദാറ്റ് ഓൾവേസ് വിൽ കൺവേർജ്. ബിക്കോസ് എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് ആകുമ്പോൾ ഈ എക്സ് മൈനസ് എക്സ് നോട്ട് എന്നുള്ളത് എക്സ് നോട്ട് മൈനസ് എക്സ് നോട്ട് 0 ആയി പോകും. എക്സിന് എക്സ് നോട്ട് എന്നുള്ള വാല്യൂ എടുക്കുമ്പോൾ ഈ ടേം 0 ആവും. ബാക്കി എല്ലാ ടേംസും all the terms comes after this term will be having 0, right? Either 0 യുടെ സ്ക്വയർ ആവും, അടുത്ത ടേം 0 യുടെ ക്യൂബ് ആവും,
അപ്പോൾ എക്സ് ഈക്വൾ ടു എക്സ് നോട്ടിൽ എപ്പോഴും എന്ത് ചെയ്യും, ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യും. അതിൻ്റെ സെൻറ്റർ ഓഫ് എക്സ്പാൻഷനിൽ എപ്പോഴും ഈ എക്സ് നോട്ടിനെയാണ് സെൻറ്റർ ഓഫ് എക്സ്പാൻഷൻ എന്ന് പറയാം. അപ്പോൾ ആ പോയിന്റിൽ എപ്പോഴും ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യും. ബിക്കോസ് അതിലാകെ ഒരു നോൺ സീറോ ടേം ഉണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ സമ്മും ഈ നോൺ സീറോ ടേം ആയിട്ടുള്ള എ നോട്ട് ആയിരിക്കും. എ നോട്ട് സീറോയും ആവാം, ബട്ട് ആ ഒരു എ നോട്ട് മാത്രമാണ് ബാക്കിയാവുന്നത്. അപ്പോൾ എക്സ് ഈക്വൾ ടു എക്സ് നോട്ട് വരുമ്പോൾ പവർ സീരീസ് ഓൾവേസ് വിൽ കൺവേർജ് ആൻഡ് ദ സം ഈസ് എ നോട്ട് in that case. Okay, but for a power series, for a general power series, we can find a number r is that the power series will converge for all x for which mod x minus x naught less than r and diverges for all x with mod x minus x naught greater than r. x minus x naught value less than r ആകുമ്പോൾ കൺവേർജ് ചെയ്യുകയും x minus x naught മോഡുലസിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ആർ ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുന്ന രീതിയിൽ നമുക്കൊരു r നമുക്ക് എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റും. ആ ആറിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. This r is called the radius of convergence, and this r can be 0, a positive number like 2 or 5 or root 2 or anything, any real positive number, or it can be plus infinity. But r equal to 0 എന്ന് പറഞ്ഞ അർത്ഥം അതൊരു പോയിന്റിൽ മാത്രമേ, ആ പവർ സീരീസ് ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ മാത്രമേ കൺവേർജ് ചെയ്യുന്നുള്ളൂ. ആ പോയിന്റ് ഇത് തന്നെയായിരിക്കും. r equal to 0 ആണെങ്കിൽ ആ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഒരേ ഒരു പോയിന്റ് x equal to x naught ആയിരിക്കും. r equal to 2 ആണെങ്കിൽ, സപ്പോസ് യു ഹാവ് r is equal to 2. r equal to 2 എന്ന് പറഞ്ഞാൽ mod x minus x naught ലെസ് ദാൻ 2 ആകുമ്പോൾ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. ലെസ് ദാൻ 2 ആകുമ്പോൾ കൺവേർജ് ചെയ്യും ആൻഡ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യുകയും ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം വി ഹാവ് സീൻ ദാറ്റ് mod x ലെസ് ദാൻ എ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, മൈനസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, -2 ലെസ് ദാൻ എക്സ് മൈനസ് എക്സ് നോട്ട് ലെസ് ദാൻ +2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ എക്സ് നോട്ടിൽ മൂന്ന് സൈഡിലും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, മൂന്ന് പാർട്ടിലും എക്സ് നോട്ട് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഇസ് എക്സ് നോട്ട് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് +2 എന്ന് കിട്ടും. അതായത് ഒരു പവർ സീരീസ് സിഗ്മ എ എൻ എക്സ് പവർ എന്നിൻ്റെ എക്സ് പവർ എന്നിൽ എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ പവർ എന്ന് എടുത്താൽ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സിൻ്റെ വാല്യൂ എക്സ് നോട്ട് -2ൻ്റെയും ഇതിനേക്കാൾ വലുതും എക്സ് നോട്ട് +2 ചെറുതുമാകുമ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള എക്സുകൾക്കെല്ലാം ഈ സിഗ്മ എ എൻ ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് ഹോൾ പവർ എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും. സോ ഇറ്റ് കൺവേർജസ്, ദ പവർ സീരീസ് കൺവേർജസ് ഫോർ എക്സ് നോട്ട് -2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എക്സ് നോട്ട് +2. അതായത് എക്സിൻ്റെ വാല്യൂ ഈ എക്സ് നോട്ട് -2ൻ്റെയും എക്സ് നോട്ട് +2ൻ്റെയും ഇടയ്ക്കാവുമ്പോൾ, ദറ്റ് ഇസ് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദിസ് ഇൻ്റർവൽ, if x is lying in the interval x naught -2, x naught +2, then the power series will converge. ഞാൻ R2 ആയിട്ട് എടുത്തതുകൊണ്ടാണ്, ഇത് ഇസ് ആൻ എക്സാമ്പിൾ. ഏതെങ്കിലും ഒരു പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2 ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ വന്നു കഴിഞ്ഞാൽ the power series will converge. And if it is outside this, ഇതിന്റെ പുറത്താണെങ്കിൽ എന്ത് ചെയ്യും, പവർ സീരീസ് ഡൈവേർജ് ചെയ്യും. അതായത് എക്സ് നോട്ട് എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്, എക്സ് നോട്ടിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് 2 ആണെങ്കിൽ എക്സ് നോട്ട് +2 എന്ന് പറയുന്നത് 2 ഡിസ്റ്റൻസ് ഇങ്ങോട്ടായിരിക്കും. ദിസ് 2 ഡിസ്റ്റൻസ് എടുക്കുക, അപ്പോൾ ദിസ് വിൽ ബി ദ പോയിന്റ് എക്സ് നോട്ട് +2 ആൻഡ് 2 ഡിസ്റ്റൻസ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ യു ഗെറ്റ് ദ പോയിന്റ് എക്സ് നോട്ട് -2. അപ്പോൾ ഈ ഇന്റർവെലിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ഈ പവർ സീരീസ് കൺവേർജ് ചെയ്യും. ആൻഡ് ഇറ്റ് വിൽ ഡൈവേർജസ് ഇൻ ദിസ് റീജിയൻ, ഡൈവേർജസ് ഔട്ട്സൈഡ്, ഈ ഇന്റർവെലിന്റെ പുറത്ത് ഈ പാർട്ടിലും ഡൈവേർജ് ചെയ്യും. സോ ഇൻ ദിസ് പാർട്ട് the power series will diverge as well as in this part, ഇവിടെയും എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. ഈ പോയിന്റിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമുക്കറിയാം റേഷ്യോ ടെസ്റ്റ് ഒക്കെ ഫെയിൽ ആവുന്ന ഒരു പോയിന്റിൽ നമുക്കറിയാം ഈ രണ്ട് ബൗണ്ടറി പോയിന്റ്സിൽ നമുക്ക് പവർ സീരീസിന്റെ കൺവേർജൻസ് അങ്ങനെ ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. ആ പർട്ടിക്കുലർ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയിട്ട് മാത്രമേ ഡിസൈഡ് ചെയ്യാൻ പറ്റൂ. അതർവൈസ് നമുക്ക് ഈ റേഡിയസ് ഓഫ് കൺവേർജൻസ് വെച്ചിട്ട് പവർ സീരീസ് ഏതൊക്കെ പോയിന്റിൽ കൺവേർജ് ചെയ്യും, ഏതൊക്കെ പോയിന്റിൽ ഡൈവേർജ് ചെയ്യുന്ന കൃത്യമായിട്ട് പറയാൻ പറ്റും. അതാണ് ഈ റേഡിയസ് ഓഫ് കൺവേർജൻസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഓക്കെ, so this is called the interval of convergence. This is called the interval of convergence. Interval of convergence. For example, നമ്മൾ ഈ 1 + x + x square + etc. എന്ന് പറയുന്ന സീരീസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ans എല്ലാം 1 ആണ്. യു ക്യാൻ ഷോ ദാറ്റ് ദ r is also 1. r 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ കണ്ടുപിടിക്കാന്നൊക്കെ നമ്മൾ നെക്സ്റ്റ് കാണും. ഇങ്ങനെ വന്നു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് x - 0 വെച്ചിട്ടാണല്ലോ. x - 0⁻1, x - 0⁻2, x - 0⁻3 അങ്ങനെയാണല്ലോ. അപ്പോൾ എക്സ് നോട്ട് എന്ന് പറയുന്നത് 0 ആണ്. അപ്പം r = 1 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദ പവർ സീരീസ് വിൽ കൺവേർജ് ഫോർ mod x ലെസ് ദാൻ 1. അതായത് -1ൻ്റെയും +1ൻ്റെയും ഇടയ്ക്ക് എക്സിന്റെ വാല്യൂ വരുമ്പോൾ എന്ത് ചെയ്യും, ദ പവർ സീരീസ് വിൽ കൺവേർജ്. അപ്പോൾ ഇത് കൺവേർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, mod x ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യും ആണ് ഇതിൻ്റെ അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ -1
കോമ പ്ലസ് 1 ആണ് എന്താ ദ ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 0 ഇങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് നോട്ട് രണ്ട് സൈഡിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡ്, അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന സീരീസ് 1 പ്ലസ് എക്സ് മൈനസ് 3 പ്ലസ് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 3 ഹോൾ ക്യൂബ് പ്ലസ് എക്സെട്ര എന്നായിരുന്നെങ്കിൽ ഇവിടെയും നമുക്ക് r ഈക്വൽ ടു 1 കിട്ടിയെന്ന് വിചാരിക്കാം. സപ്പോസ് r ഈസ് ഈക്വൽ ടു 1, then the conclusion that you can make is the power series will converge for mod x minus 3 less than 1. mod x minus 3 യുടെ വാല്യൂ ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് r ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ mod x minus 3 ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജൻസും ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജൻസും ഉണ്ടാവും. ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഡൈവേർജൻസും ലെസ് ദാൻ 1 ആകുമ്പോൾ കൺവേർജൻസും വരും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ 3ന്ന് 1 ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും വരണം. അപ്പം നമ്മൾ നേരത്തെ എഴുതിയ പോലെ ഇങ്ങനെ എഴുതുവാണെങ്കിൽ എക്സ് നോട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3ന്ന് റേഡിയസ് കൺവേർജൻസ് 1 ആയതുകൊണ്ട് 3ന്ന് 1 ഡിസ്റ്റൻസ് ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 വരും. 3ന്ന് 1 ഡിസ്റ്റൻസ് മേലേക്ക് വന്നു കഴിഞ്ഞാൽ 4 വരും. അപ്പോൾ 2,4 ആയിരിക്കും എന്ത് വരിക, ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് വരും. ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് വരും. ഓക്കെ, that's what it says. ഇനി ഇത് എങ്ങനെയാണ് ഇന്റർവെൽ ഓഫ് കൺവേർജൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ യു ക്യാൻ അപ്ലൈ either റേഷ്യോ ടെസ്റ്റ് ഓർ റൂട്ട് ടെസ്റ്റ് ടു ഫൈൻഡ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ്. ബിക്കോസ് നമ്മൾ റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, nth ടേമിനെ n+1 ടേം കൊണ്ട് n+1 ടേമിനെ nth ടേം കൊണ്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് കിട്ടുന്ന വാല്യൂനെ L എന്ന് വിളിക്കും. അപ്പോൾ എല്ലിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജൻസ് ഉണ്ടാവും, എല്ലിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജൻസ് ഉണ്ടാവും. ഓക്കെ, അതാണ് റേഷ്യോ ടെസ്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. റൂട്ട് ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ nth റൂട്ട് എടുക്കും അല്ലേ, nth ടേമിന്റെ nth റൂട്ട് എടുത്തിട്ട് അതിന്റെ ലിമിറ്റ് എടുക്കും ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ആ കിട്ടുന്ന വാല്യൂ L ആണെങ്കിൽ L ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇവിടെ UN ആയിട്ട് എന്തെടുക്കുക, nth ടേം ആയിട്ട് an ഇൻറ്റു എക്സ് പവർ n എടുക്കുക, n+1th ടേം ആയിട്ട് an+1 ഇൻറ്റു എക്സ് പവർ n+1 എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ദ L ഒബ്റ്റൈൻഡ് വിൽ ബി ഈക്വൽ ടു mod x ഇൻറ്റു 1/r ആയിരിക്കും. mod x ഇൻറ്റു 1/r എന്നാണ് L വരും. അപ്പോൾ L ലെസ് ദാൻ 1 ആണ്, എന്ത് വേണം, mod x ലെസ് ദാൻ ഈ 1/r അങ്ങോട്ട് ചെല്ലുമ്പോൾ പ്ലസ് മേലേക്ക് വരും അല്ലേ, ഈ താഴെ ഡിനോമിനേറ്ററിലുള്ള r മേലേക്ക് എത്തും. അപ്പോൾ mod x ലെസ് ദാൻ r ആകുമ്പോൾ കൺവേർജ് ചെയ്യും, mod x ഗ്രേറ്റർ ദാൻ r ആകുമ്പോൾ എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്യും. അങ്ങനെയാണ് ഈ r-ന്റെ വാല്യൂ ഇങ്ങനെ കിട്ടുന്നത്. r ഈസ് ഈക്വൽ ടു ലിമിറ്റ്, ഈ 1/r ആണ് നമുക്ക് വരുന്നതെന്നുള്ളതുകൊണ്ട് r ആക്ച്വലി നമുക്ക് ശരിക്കും വരിക mod an പ്ലസ് 1/an ആണ് വരിക. അതിന് വരെ നമ്മുടെ r ആയിട്ട് എടുക്കുന്നത് നമ്മൾ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും. അത് നമ്മൾ ചെയ്ത് നോക്കിയാൽ റേഷ്യോ ടെസ്റ്റ് UN ഈക്വൽ ടു ഇതും UN+1 എടുത്തിട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും r വിൽ ബി ഈക്വൽ ടു ദ ലിമിറ്റ് ഓഫ് mod an ഡിവൈഡഡ് ബൈ mod an+1 ആയിരിക്കും. അതേപോലെ റൂട്ട് ടെസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1/r ആണ് ഇവിടെ വരുന്നത്. ബേസിക്കലി ദിസ് ഇസ് ഗോയിങ് ടു ബി 1/r. എല്ലിന്റെ സ്ഥാനത്ത് വരും 1/r എന്നാണ് വരിക. സോ ഇറ്റ് സേസ് ദറ്റ് ഇപ്പം നമ്മൾ ഒരു സീരീസ് സിഗ്മ an ഇപ്പോൾ എക്സ് മൈനസ് എക്സ് റേസ് ടു n എടുത്താലും മതി. സ്റ്റാൻഡേർഡ് പവർ സീരീസ് എടുക്കുകയാണെങ്കിൽ r കാണാൻ എന്ത് ചെയ്താൽ മതി, ലിമിറ്റ് റേഷ്യോ ടെസ്റ്റ് വെച്ച് കാണണമെങ്കിൽ ലിമിറ്റ് mod an ബൈ mod an+1 ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എടുക്കുക, ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എടുക്കുക. ഓർ ഇഫ് ഇറ്റ് ഇസ് റൂട്ട് ടെസ്റ്റ് വെച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ r വിൽ ബി ഈക്വൽ ടു 1 ബൈ nth റൂട്ട് ഓഫ് mod an റേസ് ടു 1/n-ന്റെ ലിമിറ്റ് എടുക്കുക ആസ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി. ദിസ് ഇസ് ഹൗ we can find the radius of convergence of a power series. Power series-ന്റെ radius of convergence കാണാനുള്ള ഫോർമുലയാണിത്. ഓക്കെ, ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്, സോ ഐ എം നോട്ട് ഗോയിങ് ടു ദ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഈ സീരീസിൽ ഞാൻ പറഞ്ഞു an എന്ന് പറയുന്നത് 1 ആണ് വരിക. ജോമെട്രിക് സീരീസ് എടുക്കുകയാണെങ്കിൽ an 1 ആണ് വരിക, an+1ഉം 1 തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് r ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് 1/1 1 എന്ന് വരും. ഈ കേസിൽ ഇതിന്റെ കേസിൽ r ഈക്വൽ ടു 1 എന്നാണ് വരിക, r ഈക്വൽ ടു 1 എന്നാണ് വരിക. ഇതിൽ ഓരോന്നും നിങ്ങൾ ചെയ്ത് നോക്കുക. n ഇൻറ്റു എക്സ് പവർ n, അപ്പോൾ ഇവിടുത്തെ a എന്ന് പറയുന്നത് n ആണ്. ഈ കേസിൽ a എന്ന് പറയുന്നത് 1/n ഫാക്ടോറിയൽ ആണ്. ഈ കേസിൽ n എന്ന് പറയുന്നത് n തന്നെയാണ്. ഓക്കെ, n അല്ല an എന്ന് പറയുന്നത് n ആണ് ഈ കേസിൽ. ഈ കേസിൽ a എന്ന് പറയുന്നത് 1/n ഫാക്ടോറിയൽ ആണ്. ഇവിടെയും an ഈസ് ഈക്വൽ ടു n ആണ്. അപ്പോൾ ഇതിന്റെ റേഡിയസ് കൺവേർജൻസ് നോക്കുക. ഇതിൽ r ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ് വരുന്നതെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പോയിന്റ്സിലും കൺവേർജൻസ് ഉണ്ടെന്നാണ്. റേഡിയസ് കൺവേർജൻസ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ x0 ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് റൈറ്റിലേക്കും ഇൻഫിനിറ്റ് ഡിസ്റ്റൻസ് ലെഫ്റ്റിലേക്കും പോകാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ റിയൽ നമ്പേഴ്സിൽ തന്നെ ഇത് കൺവേർജ് ചെയ്യും.
പ്ലസ് ഈ പ്രോബ്ലത്തിലൊക്കെ നമുക്ക് ആർ ഈക്വൾ ടു 1 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ മോഡ് എക്സ് ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഈ കേസിലും സെയിം തന്നെയാണ് പ്രോബ്ലം, പക്ഷേ എക്സിന് പകരം എക്സ് മൈനസ് 2 ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ എ എൻ ആയിട്ട് എൻ ആണ് എടുക്കുക, എ എൻ പ്ലസ് 1 ആയിട്ട് എൻ പ്ലസ് 1 വരും. ആർ എടുക്കുമ്പോൾ ആർ ഈക്വൾ ടു 1 എന്നാണ് വരിക. പക്ഷേ ഇവിടെ കൺവേർജൻസ് പറയുമ്പോൾ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ശ്രദ്ധിക്കണം. റേഡിയസ് ഓഫ് കൺവേർജൻസ് 1 തന്നെയാണ് വരിക, പക്ഷേ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് എടുക്കുമ്പോൾ മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 എന്ന് വരുന്നത് കൊണ്ട് മോഡ് എക്സ് മൈനസ് 2 ലെസ് ദാൻ 1 ആണെങ്കിൽ കൺവേർജ് ചെയ്യും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഡൈവേർജ് ചെയ്യും. ഇവിടുത്തെ ഇന്റർവൽ ഓഫ് കൺവേർജൻസ് ശരിക്കും വരിക 1 to 3 ആണ് വരിക. ഇന്റർവൽ ഓഫ് കൺവേർജൻസ് വിൽ ബി 1, 3. ഓക്കെ, സോ ദിസ് ഇസ് ഓൾ അബൌട്ട് പവർ സീരീസ്. പവർ സീരീസിൽ ഇത്രയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഐ എം ട്രൈങ് ടു ഗിവ് എ മോട്ടിവേഷൻ ടു Taylor series expansion. Okay, so